എത്തുന്നതിന് മുമ്പ് പാസ്പോർട്ട് സ്ഥാനം ഏൽപ്പിക്കുക. പിന്നെ ഈ തന്ന ടാഗ് ഉണ്ടല്ലോ, ഒരു കാരണവശാലും അത് നഷ്ടപ്പെടുത്തരുത്. കാരണം നിങ്ങളിപ്പോൾ ഈ റമദാനിലൊക്കെ ഒരു ഉമ്മാനെ നഷ്ടപ്പെട്ട വിവരങ്ങനെ 4 ദിവസം തിരഞ്ഞ് പിന്നെ അവസാനം കിട്ടിയതല്ലോ. അത് വെച്ചാൽ ഹറമ കണ്ട ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സമയം ഒന്ന് റമദാൻ. ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അഹ്ബാബ് ട്രാവൽസിൻ്റെ ഏപ്രിൽ മാസത്തിൽ പുറപ്പെടേണ്ടിയിരുന്ന, അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് പുറപ്പെടേണ്ടിയിരുന്ന ഉംറ ഗ്രൂപ്പ് പുറപ്പെടേണ്ട ദിവസമാണ് ഇന്ന്. പുറപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വല്ലാത്തൊരു ദിവസമായിരുന്നു പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു. കാരണം ഒരു ആശങ്ക, പേടി എന്നൊക്കെ പറയില്ലേ, ഇന്ന് എന്താവും, ഈ ഉംറ ടീമിനെ നമുക്ക് വിടാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം നമുക്കിപ്പോൾ നിലവിൽ ഉംറ ഗ്രൂപ്പിന് ഈ വർഷം മുഴുവനായിട്ട് ഓടിക്കൊണ്ടിരുന്നത് ഒരു 80,000-85,000 രൂപ പാക്കേജ് റേറ്റിലായിരുന്നു എന്നുള്ളതും, നമുക്ക് ടിക്കറ്റും അതേപോലെ തന്നെ വിസയും സൗദിയിലെ പാക്കേജുകളും ഒക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്നാൽ ഈ ഏപ്രിൽ മാസത്തെ ഉംറയെ കുറിച്ചിട്ടുള്ള ആശങ്ക മാർച്ച് 10-ാം തീയതി അഥവാ റമദാൻ 10-ന് മുമ്പായിട്ട് ഈ 40 പേരടങ്ങുന്ന ഉംറ ഗ്രൂപ്പിനെ നമുക്ക് ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. കാരണം കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു പാക്കേജ് ഫുള്ളാക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. മാത്രമല്ല, നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരുന്ന ടിക്കറ്റ് ചാർജ് അല്ലായിരുന്നു ഈ സമയത്ത് നമുക്ക് കിട്ടിയ ചാർജ്, വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ടിനോട് പറഞ്ഞ ചാർജ്, നമുക്ക് പാക്കേജ് റേറ്റ്, അതേപോലെ തന്നെ സൗദിയിലെ പാക്കേജ്, ഇതൊക്കെ ആശങ്കയിലൂടെ പോയിട്ടുണ്ടായിരുന്നു എങ്കിലും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അഹ്ബാബ് ട്രാവൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ 40 പേരടങ്ങുന്ന ഉംറ ഗ്രൂപ്പ് സെറ്റാവുകയും ബഹുമാനപ്പെട്ട റിയാസ് മാഹിരി കോഹിനൂർ ഉസ്താദാണ് ഈ പുറപ്പെട്ട ഏപ്രിൽ മാസത്തിലെ പാക്കേജിന് നേതൃത്വം നൽകിയിരുന്നത്. 40 പേരടങ്ങുന്ന ഉംറ ഗ്രൂപ്പ് എയർപോർട്ടിൽ നിന്നും യാത്രയാകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അഹ്ബാബ് ട്രാവൽസിൻ്റെ സ്ഥിരം അമീറായിട്ടുള്ള അഷ്റഫ് സഖാഫി വള്ളുവമ്പുറം ഉസ്താദ് എയർപോർട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഡോക്യുമെൻറ്റ്സ് കൈമാറാൻ വേണ്ടിയിട്ടും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പാലക്കാട്, അതേപോലെ അഹ്ബാബ് ട്രാവൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാക്കേജുകൾ ഈ വർഷം ഏകദേശം 12-13 പാക്കേജുകൾ ടോട്ടലി പല ഉസ്താദുമാരുടെ നേതൃത്വത്തിലായിട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കേസാണ്. ഈ പാക്കേജ് വെക്കേഷൻ പാക്കേജോട് കൂടിയിട്ട് നമ്മൾ ഹജ്ജിൻ്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. ഈ പാക്കേജോട് കൂടിയിട്ട് ഈ വർഷത്തെ പാക്കേജുകൾ ക്ലോസ് ആവുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് മുഹറം മുതൽ അടുത്ത 2025 ഹജ്ജിന് ശേഷമുള്ള പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. അഹ്ബാബ് ട്രാവൽസിനെ സംബന്ധിച്ചിടത്തോളം അഹ്ബാബിൻ്റെ ചീഫ് അമീറായിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് അഹ്സനി ചെങ്ങാനി, അതേപോലെ തന്നെ സയ്യിദ് ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട്, അഷ്റഫ് സഖാഫി വള്ളുവമ്പ്രം, നൗഫൽ തങ്ങൾ ചാലിയം, ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള അമീറന്മാർ അഥവാ ദീനീപരമായിട്ട് ആത്മീയപരമായിട്ട് ആളുകൾക്ക് നേതൃത്വം നൽകാൻ കെൽപ്പുള്ള അമീറന്മാരാണ് അഹ്ബാബ് ട്രാവൽസിന് അഹ്ബാബ് ട്രാവൽസിൻ്റെ ഉംറ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ സർവീസിൻ്റെ കാര്യങ്ങളും താമസത്തിൻ്റെ കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ വളരെ ആളുകൾക്ക് ഫ്രണ്ട്ലി ആകുന്ന രൂപത്തിൽ തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതും അഹ്ബാബ് ട്രാവൽസിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടതാണ്. അഹ്ബാബ് ട്രാവൽസിൻ്റെ പാക്കേജ് മക്കത്തെത്തി എന്നുള്ള സന്തോഷവും അറിയിക്കുന്നു.